ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണ് പാഠം? ആദ്യത്തെ ചിലന്തി. അതിൽ ആരെ പറ്റിയാണ് പറയുന്നത്? അരാഗിനിയെ പറ്റിയാണ് പറയുന്നത് അല്ലെ. അരാഗിനിയുടെ സ്വഭാവം എങ്ങനെയാണ്? അഹങ്കാരമാണ് അല്ലെ. പ്രത്യേകത അഹങ്കാരത്തോടു കൂടി ഒരു പെൺകുട്ടിയായിരുന്നു അരാഗിനി. അരാഗിനിനെ ആരാണ് ശപിക്കുന്നത്? അദിനി ദേവി അല്ലെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ടുണ്ടെന്ന് മാം വിചാരിക്കുന്നു. നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെ അർത്ഥം വിപരീതമൊക്കെ നമുക്ക് ഒന്നുകൂടി പഠിക്കാം. ഇതിലെ അർത്ഥമാണ് ആദ്യം പറയുന്നത്. അങ്കുരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുളയ്ക്കുക. അങ്കുരിക്കുക, മുളയ്ക്കുക. പുകഴ്ത്തുക, സ്തുതിക്കുക. പുകഴ്ത്തുക, സ്തുതിക്കുക. കാന്തി, ശോഭ. കാന്തി എന്നുള്ള വാക്കിന്റെ അർത്ഥം ശോഭ. ക്ഷതം, മുറിവ്. അടുത്ത പദോ പുലഭ്യം. പുലഭ്യം പറയുക എന്ന് പറഞ്ഞാൽ എന്താ? പുലഭ്യം നമ്മളെന്താ പറഞ്ഞത്? ശകാരം. പുലഭ്യം, ശകാരം. കമ്പളം. കമ്പളം എന്നുള്ള വാക്കിന്റെ അർത്ഥം വിരിപ്പ്. ഇനി നമുക്ക് വിപരീത പദങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ക്ഷമ എന്ന വാക്കിന്റെ വിപരീത പദം എന്താ? ക്ഷമ, അക്ഷമ. ദൂരെ എന്നതിന്റെ വിപരീത പദം ചാരെ. ദൂരെ, ചാരെ. പുകഴ്ത്തുക അതിന്റെ വിപരീതം എന്താണ്? ഇകഴ്ത്തുക. പൂ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഈ എന്നുള്ളൊരു അക്ഷരം എഴുതിയാൽ മതി. പുകഴ്ത്തുക, ഇകഴ്ത്തുക. അഭിമാനം. അഭിമാനത്തിന് വിപരീതം അപമാനം. അഭിമാനം, അപമാനം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പര്യായ പദങ്ങളാണ്. കൈ എന്നതിന്റെ പര്യായം. കൈ എന്നതിന്റെ പര്യായം പാണി, ഹസ്തം. കൈ എന്നതിന്റെ പര്യായം പാണി, ഹസ്തം. മുഖം ആസ്യം, ആനനം. ആസ്യം, ആനനം. തല ശീർഷം, ശിരസ്. മൗലി എന്നൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ശീർഷം, ശിരസ്. ഇനി എതിർലിംഗമാണ്. വൃദ്ധൻ എന്നതിന്റെ എതിർലിംഗം എന്തായിരിക്കും? വൃദ്ധൻ. എന്താ പറഞ്ഞേ? വൃദ്ധ. ശരിയാണ് കേട്ടോ. ദേവന്റെ ദേവി. കിഴവൻ, കിഴവി. ഇനി നമുക്ക് പിരിച്ചെഴുതുക പഠിക്കാം. എനിക്കൊപ്പം എന്ന പദം നമ്മൾ എങ്ങനെ പിരിച്ചെഴുതാം? എനിക്ക് പ്ലസ് ഒപ്പം. എനിക്കൊപ്പം, എനിക്ക് പ്ലസ് ഒപ്പം. വർണ്ണോജ്വലം. വർണ്ണ പ്ലസ് ഉജ്ജ്വലം. വർണ്ണോജ്വലം. വർണ്ണ പ്ലസ് ഉജ്ജ്വലം. പഞ്ഞിപ്പൊതി. പഞ്ഞിപ്പൊതി എങ്ങനെ പിരിച്ചെഴുതാ? പഞ്ഞി പ്ലസ് പൊതി. പഞ്ഞി പ്ലസ് പൊതി. രണ്ടാമത് എഴുതുമ്പോൾ ഒരു പായേ ഉണ്ടായിരിക്കും. ഇനി ഉത്തരം എഴുതുക. അരാഗിനി ഏത് കലയിലാണ് സമർത്ഥയായത്? അരാഗിനി ഏത് കലയിലാണ് സമർത്ഥയായത്? ഏത് കലയിലാണ്? ചിത്രകലയിലാണ് അരാഗിനി സമർത്ഥയായത്. അപ്പൊ വാക്ക് മാത്രമേ പഠിക്കണ്ടൂ. ചിത്രകല. പിന്നെ നമുക്ക് ചോദ്യത്തിൽ തന്നെ എടുത്തെഴുതാൻ പറ്റും. ചിത്രകലയിലാണ് അരാഗിനി സമർത്ഥയായത്. അടുത്ത ചോദ്യം. അരാഗിനി രോഷാകുലിയായത് എപ്പോൾ? എപ്പോഴാണ് രോഷാകുലിതയായത്? അദിനി ദേവിയിൽ നിന്നാണോ നിങ്ങൾ ഈ വിദ്യ പഠിച്ചത് എന്ന് പാവം പെൺകുട്ടി ചോദിച്ചപ്പോഴാണ് അരാഗിനി രോഷാകുലയായത്. അടുത്ത ചോദ്യം. അദിനി ദേവി അരാഗിനിയെ ശപിച്ചതെങ്ങനെ? എന്തു പറഞ്ഞാണ് ശപിച്ചത്? ചിത്രത്തയ്യലിന്റെ ഒത്ത നടുക്ക് സ്വന്തം രൂപം പ്രതിഷ്ഠിച്ചു കഴിയുന്ന ഒരു വിഷജീവിയായി ജീവിക്കുക. എന്താ പറഞ്ഞത്? ചിത്രത്തയ്യലിന്റെ ഒത്ത നടുക്ക് സ്വന്തം രൂപം പ്രതിഷ്ഠിച്ചു കഴിയുന്ന ഒരു വിഷജീവിയായി ജീവിക്കുക എന്നാണ് അദിനി ദേവി അരാഗിനിയെ ശപിച്ചത്. നല്ല വാക്കു പറഞ്ഞു എന്നർത്ഥം വരുന്ന പദങ്ങൾ കഥയിൽ ഏതെല്ലാം? കുറെ ഭാഗത്തുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് പഠിക്കാം. ഏതാണ്? പുകഴ്ത്തി പറയുക, പ്രശംസിക്കുക. പ്രശംസിച്ചു എന്നൊക്കെ പറയണില്ലേ? ഇപ്പൊ രണ്ട് പദം നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതാണ്? പുകഴ്ത്തി പറയുക. അടുത്തത് ഏതാണ്? പ്രശംസിക്കുക. അഞ്ചാമത്തെ ചോദ്യം. ഭാരതീയരുടെ രണ്ട് ഇതിഹാസങ്ങൾ ഏതെല്ലാം? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞേ. ഭാരതീയരുടെ രണ്ട് ഇതിഹാസങ്ങൾ രാമായണം, മഹാഭാരതം. ഏതാണെന്ന് പറഞ്ഞേ? രാമായണം, മഹാഭാരതം. അടുത്ത ചോദ്യം.
ഗ്രീക്കുകാരുടെ 2 ഇതിഹാസങ്ങൾ ഏതെല്ലാം? ഏതാണ്? ഇലിയഡ്, ഒഡീസി. ഇലിയഡ്, ഒഡീസി. അപ്പോൾ അർത്ഥവും വിപരീതവും ഉത്തരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും റഫ് ബുക്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, കോപ്പി ബുക്ക് എഴുതണം. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു പാഠവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.